കടപ്പാട്ടൂര വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വൈജയന്തിയെ ഞെട്ടിക്കുന്നതായിരുന്നു ആ വീട്ടിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ. കുഞ്ഞുങ്ങളുടെയൊക്കെ പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു. എല്ലാത്തിലും അടുക്കും ചിട്ടയും വന്നിരിക്കുന്നു. പ്രഭാതത്തിൽ തന്നെ ഓരോരുത്തരും ഉണരുന്നു. അവർ അടുക്കളയിൽ കയറി ആവശ്യമുള്ള പാചകങ്ങൾ ഒക്കെ നടത്തുവാൻ തുടങ്ങുന്നു. ഇതൊക്കെ വൈജയന്തിയെ വല്ലാതെ അസ്വസ്ഥമാക്കി കളഞ്ഞു. മക്കൾ നന്നായി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി അലീനയോടുള്ള കടുത്ത പകയും അസംതൃപ്തിയും മനസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചിട്ടകളും സമ്പ്രദായങ്ങളും മുഴുവനും പൊളിച്ചടുക്കണം എന്നുള്ള ചിന്താഗതിയിലേക്ക് വൈജയന്തി എത്തുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ രോഹിത്തിനോടും കൃഷ്ണജിയോടും ബബിതയോടും ഒക്കെ വൈജയന്തി വല്ലാതെ കലഹിക്കുന്നുണ്ട്. അലീന അവർക്ക് TV കാണുവാൻ അനുവദിച്ച സമയം 9:30 മണിയായിരുന്നു. 7 മണിയിലേക്ക് വൈജയന്തി അത് മാറ്റിമറിച്ചു. 7:30 മുതൽ 8:30 വരെ പഠിത്തം, പിന്നെ അത്താഴം, അതിനുശേഷം ഉറക്കം. പക്ഷെ ഇന്ന് അത്താഴം കഴിഞ്ഞപ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണജിയും ബാലചന്ദ്രമേനോനും കൂടി ലിവിംഗ് റൂമിൽ പോയി സംസാരിക്കുവാൻ തുടങ്ങി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വൈജയന്തി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അത്താഴം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും മാറിയിരുന്ന് സൊള്ളിയാ മതിയോ? പഠിക്കാനൊന്നുമില്ലേ നിങ്ങൾക്ക്? വല്ല തേവിടിശികളും വന്ന് ഈ വീട്ടിലുണ്ടാക്കിയ ചീത്ത ശീലങ്ങളൊന്നും ഇനി ഇവിടെ നടപ്പില്ല. 10:30 വരെ ഉറക്കളച്ചിരുന്ന് പഠിച്ചോണം 3 പേരും. ഇത് കേട്ടുകൊണ്ട് ബബിതയും രോഹിത്തും പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് ബബിത ചോദിക്കുകയാണ്, ഞങ്ങൾ അല്പസമയം ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താ ഇത്ര കുഴപ്പം? അതാ പറഞ്ഞത്, അവളുടെ ഭരണ പരിഷ്കാരമൊന്നും ഇവിടെ വേണ്ടാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാനുള്ളത്? നാട്ടുകാരുടെ പരദൂഷണമോ, അതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന വല്ല സില്ലി തിങ്സോ? അതൊക്കെ അവിടെ ഇട്ടിട്ട് പോരണം. ബബിതയുടെ മുഖം വല്ലാതെ മുറുകി. അവൾ ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛന് ഇതിലൊന്നും പറയാനില്ലേ? അച്ഛനാണോ അമ്മയാണോ ഇവിടുത്തെ കുടുംബനാഥൻ? ബബിതയുടെ ആ ചോദ്യം ബാലചന്ദ്രമേനോനെ തെല്ലി ക്ഷീണിപ്പിച്ചു കളഞ്ഞു. കലാപത്തിന് തിരികൊളുത്തുകയാണ് എന്ന് അവൾക്കറിയില്ലല്ലോ. വെട്ടൊന്ന് മുറി 2 എന്നുള്ളതാണ് ബബിതയുടെ സ്വഭാവം. ബാലചന്ദ്രമേനോന്റെ മൗനം ബബിതയെ രോഷാകുലയാക്കി. ഞങ്ങളെ കൺഫ്യൂഷനാക്കല്ലേ അച്ഛാ. ഒന്നുകിൽ അച്ഛൻ പഞ്ചപുച്ഛമടക്കി അമ്മ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ അടി കൊടുത്തിട്ടായാലും ശരി അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം. അതിന് ചുണയുണ്ടോ അച്ഛന്? ബാലചന്ദ്രമേനോൻ അത് കേട്ട് സ്തബ്ധനായിപ്പോയി. അപ്പോഴേക്കും വൈജയന്തിയുടെ മറുപടി വരികയാണ്. വൈജയന്തിയെ അനുസരിപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛൻ വേറൊരു ജന്മം ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ വേണ്ടതുപോലെ ചെയ്യുന്നവന് മാത്രമേ ഭാര്യയെ അനുസരിപ്പിക്കുവാൻ അധികാരമുള്ളൂ, അറിയാവോ? അല്ലാതെ രാത്രി തോറും ഒരു ഭീരുവിനെ പോലെ കോണിപ്പടി കയറി ഗസ്റ്റ് റൂമിലെത്തി വാതിലടയ്ക്കുന്ന ഭർത്താവിന് അതിനുള്ള യോഗ്യതയില്ല. ആണിയടിച്ചതുപോലെയുള്ള വൈജയന്തിയുടെ വാക്കുകൾ ബാലചന്ദ്രമേനോന്റെ ശിരസിൽ ആഴത്തിൽ തറച്ചു കയറി. ബാലചന്ദ്രമേനോൻ തന്റെ മക്കളെ ഒന്ന് നോക്കി. സ്തംഭിച്ചു നിൽക്കുകയാണ് 3 പേരും. അവരുടെ ദൃഷ്ടികൾ മെല്ലെ തന്റെ നേരെ തിരിയുന്നത് അയാൾ കണ്ടു. അമ്മ മക്കളുടെ മുൻപിൽ വെച്ച് അച്ഛന്റെ ഭർത്തൃപദവിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അച്ഛന്റെ പുരുഷത്വത്തെ അവഹേളിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇതിനൊരു മറുപടിയില്ലേ എന്നുള്ളതാണ് കുട്ടികളുടെ നോട്ടത്തിന്റെ അർത്ഥം. മറുപടിയുണ്ട്. ബാലചന്ദ്രമേനോന്റെ പാദം മുതൽ നെറുക വരെ ചോര തിളച്ച് നീരാവിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അച്ഛന്റെ ആത്മാഭിമാനത്തെയും ആണത്വത്തെയും അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഈ അമ്മ വിവാഹത്തിന് മുൻപ് മറ്റൊരു പുരുഷനുമൊത്ത് ജീവിച്ചവളാണ്. ഇവൾ, നിങ്ങളുടെ അമ്മ, 24 വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിനെ പിഴച്ചു പ്രസവിച്ചവളാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ആ രഹസ്യം മറച്ചുവെച്ച് നിങ്ങളുടെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവൾ പ്രസവിച്ച കുഞ്ഞെവിടെയാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അവളാണ് 3 ദിവസം മുമ്പ് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കൾ 3 പേരും നടുങ്ങി തരിച്ചു നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ വൈജയന്തിയുടെ നേർക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി രക്തം വാർന്നു വിളറി ഒരു പ്രേതരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തൻ്റെ വിജയമുഹൂർത്തം. ഇനി ജീവിതത്തിൽ ഒരിക്കലും തന്നെ തോൽപ്പിക്കുവാൻ, തൻ്റെ നേർക്ക് തല ഉയർത്തിയൊന്ന് നോക്കുവാൻ വൈജയന്തി എന്ന ഈ കപട മുഖം മൂടിക്ക് കഴിയില്ല. ഇനി ഒരിക്കലും മക്കളുടെ മുൻപിൽ നിവർന്നു നിൽക്കുവാൻ അവൾക്ക് സാധ്യമല്ല. ഇനി ഒരിക്കലും ബാലചന്ദ്രമേനോന്റെ ഭാര്യ എന്ന പദവിക്ക് അവൾ അർഹയുമല്ല. ഈ വീട്ടിനുള്ളിൽ നിന്നും തല കുനിച്ച് ഇറങ്ങിപ്പോവുകയല്ലാതെ അവളുടെ മുൻപിൽ മറ്റു മാർഗങ്ങളുമില്ല. ഒറ്റ നിമിഷത്തെ ക്രോധാഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ ഈ മായ കാഴ്ചകളെല്ലാം കണ്ടു, അനുഭവിച്ചു. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു കോണിൽ നിറമിഴിയോടെ തകർന്നു നിൽക്കുന്ന അലീനയുടെ രൂപവും അയാൾ കണ്ടു. ഒരു കുടുംബം തകർന്നു ചിതറുകയാണ്. വേണ്ട, ആളിപ്പടർന്ന അഗ്നിജ്വാലകൾ ക്രമേണ അമർന്നു തുടങ്ങി. ക്രോധാഗ്നി കെട്ടടങ്ങി. ബാലചന്ദ്രമേനോൻ വൈജയന്തിയെ നോക്കി. വിജയ ശ്രീലാളിതയെപ്പോലെ അഹംഭാവത്തിൽ തല തെളിച്ചങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയോടെ നിൽക്കുന്ന മക്കളുടെ നേർക്ക് അയാളുടെ നോട്ടമൊന്ന് പാളി വീണു. നിസ്സഹായതയുടെ ഒരു മന്ദഹാസം അയാളുടെ ചുണ്ടുകളിൽ വന്ന് വറ്റി വരണ്ടു. ഒരക്ഷരം പോലും ഉരിയാടാതെ ബാലചന്ദ്രമേനോൻ അവരുടെ മുൻപിലൂടെ നടന്നുപോയി. കോണിപ്പടിയിൽ അയാളുടെ കാലച്ചകൾ നേർത്തു വന്നു. മുകളിൽ ഗസ്റ്റ് റൂമിലെ വാതിലടയുന്ന ഒച്ചയും ഒടുവിൽ കേട്ടു. ബബിത സാവധാനം പിന്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. പിന്നാലെ രോഹിത്തും കൃഷ്ണജയും. വൈജയന്തി എന്തെന്നില്ലാത്ത സംതൃപ്തിയോടെ അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു.
തൊട്ടടുത്ത നിമിഷം രോഹിത് ബബിതയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവളെ കണക്കിന് ശകാരിച്ചു. രോഹിത് ചോദിക്കുക, നിന്റെ നാക്കിന് എല്ലില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു വഴക്കുണ്ടായത്? ഞാൻ എന്ത് ചെയ്തു എന്നായി പറയുന്നത്? നമ്മളെല്ലാവരും കൂടി അച്ഛൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മ കയറി ഭരിക്കാൻ വന്നു. അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത്? എടി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കുവോ? സാക്ഷാൽ ഈശ്വരനെ അമ്മ എടുത്തു വന്ന് ന്യായം പറഞ്ഞ അമ്മ കേൾക്കുവോ? അങ്ങോട്ട് തർക്കിച്ചു നിൽക്കും. അപ്പോൾ ബബിത, ഞാൻ അച്ഛനെ ഒന്ന് എരികേറ്റാൻ വേണ്ടി നോക്കിയതാ. കൊള്ളാം, മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ അച്ഛന് തല്ലാൻ പറ്റുമോടി? അങ്ങനെ അച്ഛൻ തല്ലിയാൽ അമ്മ അടങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ട് മറുപടി ഒന്നും പറയാതെ അല്പനേരം തലകുനിച്ച് നിന്നതിന് ശേഷം ബബിത ചോദിക്കുകയാണ്, അച്ഛന് ഭയങ്കര വിഷമമായിപ്പോയി അല്ലേ രോഹിയേട്ടാ? പിന്നില്ലേ, അമ്മ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി അച്ഛനാകെ ഐസായിപ്പോയി. പക്ഷേ അച്ഛന് ശരിക്കും ദേഷ്യം വന്നായിരുന്നു. തീപ്പൊരി ചിന്നുന്ന പോലൊരു ഭാവം അച്ഛൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാ. എന്തു ചെയ്യാനാ, അച്ഛനും ധൈര്യമില്ലാതെ പോയി. കഴിഞ്ഞത് കഴിഞ്ഞു, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് പറഞ്ഞ് രോഹിത് ബബിതയുടെ തോളത്തൊന്ന് തട്ടി. രോഹിത്തെ! വൈജയന്തിയുടെ വിളി കേട്ട് രോഹിത് ഞെട്ടിത്തിരിഞ്ഞു. വാതുക്കൽ അമ്മ. അവൻ അമ്പരപ്പോടെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുകയാ. അപ്പോൾ വൈജയന്തി, നീ എന്താ ഇവിടെ? ഒന്നുമില്ല. ബബിതയുടെ റൂമിൽ എന്താടാ നിനക്ക് കാര്യം? എനിക്ക് അവളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് പകല് പറഞ്ഞാൽ മതി. രാത്രി അസമയത്ത് ഇതൊന്നും ശരിയല്ല. രോഹിത് അമ്പരന്നുപോയി. അവൻ അമ്മയുടെ നേർക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുറി വിട്ടിറങ്ങി. അമ്മ ഇങ്ങോട്ട് വന്നേ, ബബിത വിളിച്ചു. എന്താടി? അല്ല, ഏതൊന്നും ശരിയല്ലെന്നാ അമ്മ ഇപ്പൊ പറഞ്ഞത്? ആങ്ങളെയായാലും പെങ്ങളായാലും പ്രായം തികഞ്ഞാൽ പിന്നെ ഒരകലം വേണമെന്ന്. ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനാണോ അമ്മ ഇത്രയും നാളും അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി താമസിച്ചത്? അതിൻ്റെ പല കുഴപ്പങ്ങളും ഈ വീട്ടിൽ കാണാനുണ്ട്. രോഹിയേട്ടൻ ഇവിടെ എൻ്റെ അടുക്കൽ വന്നിരുന്ന് സംസാരിച്ചതാണോ വലിയ കുറ്റമായി പോയത്? കൊല്ലപ്പള്ളിയിൽ അമ്മ ആങ്ങളമാരെ പേടിച്ച് എത്ര കാലം അകലം വെച്ചിട്ടുണ്ടായിരുന്നു? അതിൻ്റെ കൃത്യ അളവൊന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതേ അകലം തന്നെ ഞാൻ പാലിക്കാം. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ ചെകിട് ഞാൻ പുകയ്ക്കും. വൈജയന്തി ബബിതയെ ഭീഷണിപ്പെടുത്തുകയാണ്. ബബിത പെട്ടെന്ന് കട്ടിലിൽ കയറി കിടന്നിട്ട് ദേഷ്യത്തിൽ തലവഴി പുതപ്പെട്ട് മൂടിക്കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിതയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്പർ നോക്കി. അലീന ചേച്ചിയുടെ നമ്പർ. അവൾ ഫോൺ അവിടെ വെച്ചിട്ട് വേഗം പോയി വാതിലടച്ച് കുറ്റിയിട്ടു. അതിനുശേഷം വീണ്ടും തിരികെ വന്നപ്പോഴേക്കും റിംഗ് ടോൺ കട്ടായി. പക്ഷെ വീണ്ടും ബെല്ലടിക്കുകയാണ്. അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. അലീന ചേച്ചി, നീ എന്ത് ചെയ്യുക മോളെ അവിടെ? അത് ഞാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അയ്യോ, അത് ധൃതി പിടിച്ചെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി. വേഗം പറ, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ജോലിക്ക് പോയോ ചേച്ചി? പോയി. അലീന ചേച്ചിക്ക് അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു വരികയാണ്. വലിയ പ്രയാസമുള്ള ജോലിയാ? ഇല്ലെന്നേ, ഒരുപാട് ജോലിയൊന്നുമില്ല. ജോലി ഇല്ലാത്തതാണ് എൻ്റെ വിഷമം. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊരു കാര്യം ചെയ്താൽ മതി. 25 ഉണ്ട കല്ല് പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് മേശ വലിപ്പിൽ വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് മേശക്കാലിൻ്റെ ചുവട്ടിൽ വെക്കണം. 25 എണ്ണം തീരുമ്പോൾ പിന്നെയും ഓരോന്നെടുത്ത് മേശ വലിപ്പിൽ വെക്കണം. തുടരെ ജോലി ചെയ്യാം. കുനിഞ്ഞു നിവർന്നും നല്ല വ്യായാമവും കിട്ടും. ഇത്രയും പറഞ്ഞിട്ട് ബബിത ശബ്ദമടക്കി ചിരിച്ചു. അയ്യോടി, പാതിരാത്രിയിൽ അവളുടെ ഒരു തമാശ. ഉടൻ തന്നെ ബബിത ചോദിക്കുകയാണ്, അലീന ചേച്ചിയുടെ അഡ്രസ്സ് എനിക്കൊന്ന് തരുമോ? എന്തിനാ മോളെ? എനിക്കൊന്ന് കാണണമെങ്കിൽ അങ്ങോട്ടൊന്ന് വരാമല്ലോ. അഡ്രസ്സ് അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ. വലിയ പോസ് എടുക്കല്ലേ. അഡ്രസ്സ് കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. പത്രത്തിലൊരു ഫോട്ടോയും പരസ്യവും കൊടുത്താൽ മതി. ഈ ഫോട്ടോയിൽ കാണുന്ന അലീന എന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന വിലാസത്തിൽ. ഓക്കെ, സമ്മതിച്ചു. വലിയ ബുദ്ധിശാലി തന്നെ. നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? കിടക്കുമായിരുന്നോ? ഞാൻ കിടന്നു. രോഹിത്തും കൃഷ്ണമോളുമോ? അറിയില്ല, കിടന്നു കാണും. അതെന്താ അറിയാത്തത്? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. എന്താടി നിന്റെ സ്വരത്തിൻ്റെ ഒരു വല്ലായ്മ? ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇന്നലെ വിളിച്ചപ്പോ. ഒന്നുമില്ല ചേച്ചി. അല്ല, എന്തോ ഉണ്ട്. നീ എന്നോട് പറയാത്തതാ. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അലീന ചേച്ചിയുടെ ടൈം ടേബിളെല്ലാം അമ്മ ഇവിടെ വന്ന് പൊളിച്ചടുക്കി. അത്രേ ഉള്ളൂ. അതിനെന്താ? അമ്മയുടെ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം ചിട്ടപ്പെടുത്തണം. നമുക്ക് കാര്യം നടന്നാൽ പോരെ? അമ്മയ്ക്ക് അലീന ചേച്ചിയോടുള്ള വാശിയാ. ഞങ്ങളെ കിച്ചണിൽ കയറ്റുന്നില്ല, മുറ്റവും വീടും തൂത്തു തുടയ്ക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു പണിയും ചെയ്യിക്കില്ല. അതൊന്നും സാരമില്ല മോളെ. നിങ്ങളോടല്ലല്ലോ ദേഷ്യം, എന്നോടല്ലേ. അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇന്നിവിടെ വഴക്കുണ്ടായി ചേച്ചി, അതും ഞാൻ കാരണം. തുടർന്ന് ബബിത കുറച്ചു മുൻപ് ലിവിംഗ് റൂമിൽ വെച്ചുണ്ടായ വഴക്കിനെ പറ്റി അലീനയോട് വിവരിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം അലീന, സാരമില്ല, ഒന്നും സാരമില്ല,
നീ മനസ്സ് കൈവിടാതിരുന്നാൽ മാത്രം മതി. എന്തോ ഇതൊന്നും ശരിയാവാൻ പോണില്ല അലീന ചേച്ചി. എനിക്ക് ഭയങ്കര നിരാശ തോന്നുക. എന്തിന്? ഏയ് മോളെ, നീ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനില്ലേടി നിങ്ങളുടെ കൂടെ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു. നിനക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യും. വീട്ടിലല്ല, സ്കൂളിലോ ടൗണിലോ എവിടെയെങ്കിലും. ബബിത ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഉടൻ തന്നെ ഒരിക്കൽ കൂടി അലീനയുടെ ശബ്ദം അവൾ കേട്ടു. ഉറങ്ങിക്കൂ. പക്ഷേ അവൾ കോൾ കട്ട് ചെയ്തില്ല. അറിയാതെ എപ്പോഴോ കോൾ തന്നെ കട്ടായി. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിലെ ദൃശ്യങ്ങളാണ്. നല്ല നിലാവുള്ള രാത്രി. പർവ്വത ശൃംഖങ്ങളിലും വനപ്രദേശങ്ങൾക്കുമീതെയും മഞ്ഞുപടലങ്ങൾ വെളുത്ത് കാണാനുണ്ട്. അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞിന്റെ സുതാര്യമായൊരു ആവരണം വ്യാപരിച്ച് തണുപ്പ് തൂകുന്നു. പുൽത്തകിടിയിൽ കസേരകളും ടീപ്പോയും ഇട്ടിരിക്കുകയാണ് സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും. സ്റ്റാൻലി കൂടെ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നുണ്ട്. 2 നായ്ക്കൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ കൂടുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനോട് താൻ പാലായി പോയി അലീനെ കണ്ടത് മുതൽ ബാലചന്ദ്രമേനോൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതുവരെയുള്ള കാര്യങ്ങൾ മുഴുവനും വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കേട്ട ശേഷം ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട്, മതി, നീ ഒരുപാട് കുടിച്ചു കഴിഞ്ഞു. ഇനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പച്ചന് ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? ഉറക്കത്തിന് 1 ഡോസ് മരുന്ന് വേണ്ട. അപ്പച്ചനെന്താ ഒരെണ്ണം കൊണ്ട് നിർത്തിയത്? ചിന്നമ്മയെ പേടിച്ചിട്ടാണോ? ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചിന്നമ്മ. അപ്പച്ചാ, ഒറിജിനൽ ചിന്നമ്മ ഇതാണ്. അപ്പച്ചനും ചിന്നമ്മയും പിന്നെ ഞാനും എല്ലാം കൂടി ചേർന്നുണ്ടായ ഒരു ഉഗ്രൻ ചിന്നമ്മ. പാണ്ടൻ പ്ലാക്കൽ ചിന്നമ്മ വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലായിരുന്നോ? ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ചിന്നമ്മയാ. അവൾ വേറെ ലെവലാണ്. സ്റ്റാൻലി കുനിഞ്ഞിരുന്നു കൊണ്ട് ചിരിക്കുകയാണ്. ലാലിച്ച, നിനക്ക് നല്ലതുപോലെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി മതി, നീ പോയി കിടക്ക്. അങ്ങനെ അപ്പച്ചൻ എന്നെ ഒഴിവാക്കാനൊന്നും നോക്കണ്ട. അപ്പച്ചൻ എന്തുകൊണ്ടാ ഒറ്റ എണ്ണത്തിലങ്ങ് നിർത്തിയത്? പറ, എനിക്കറിയണം. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ? എടാ, അത് പിന്നെ നമ്മൾ കണ്ടമാനം കുടിച്ചിട്ട് ചെന്ന് കുഴഞ്ഞാടി നിന്നാൽ ആർക്കാ ഇഷ്ടപ്പെടുന്നേ? ലാലിച്ച, അവളുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ വില കളയരുത്. പിന്നെ അവൾക്ക് നമ്മളോട് മതിപ്പ് തോന്നുവോ? ഇല്ലടാ. കൊള്ളാം. അപ്പച്ചനിപ്പോൾ ചിന്നമ്മയുടെ മതിപ്പ് കിട്ടിയിട്ട് എന്നാ നേടാനാ? അല്ല, എന്തിനാ പറ. നമ്മളോട് സ്നേഹമുള്ളവരുടെ മതിപ്പ് നമുക്ക് കിട്ടണ്ടേടാ. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മിനിയാന്ന് തിരിച്ചു പോകുവാൻ വന്ന അപ്പച്ചൻ എന്തിനാ പോകാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? അത് പറ. അത് പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ. ചുമ്മാ ഒന്ന് പോ അപ്പച്ച. ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ കൂടെ ഇരുന്ന് 2 ദിവസം വെള്ളമടിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ അപ്പച്ചന് ഫ്രഞ്ച് കൊണ്യാക്ക് പോലും വേണ്ട. അപ്പച്ചൻ അതിനേക്കാളും വലുത് ചിന്നമ്മയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അല്ലേ അപ്പച്ച? അപ്പച്ചൻ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ, ഉള്ള കാര്യം ഒന്ന് പറഞ്ഞേക്ക്. എടാ ലാലിച്ച, നീ ഭയങ്കര പൂസാ ഇപ്പം തന്നെ. നീ എന്താ പറയുന്നതെന്ന് പോലും നിനക്ക് ശരിക്കും അറിയില്ല. ശരിയാ, ഞാൻ പൂസാ. പക്ഷേ അപ്പച്ചൻ പൂസല്ലല്ലോ. അപ്പച്ചന് സത്യം പറയാമല്ലോ. തുറന്നു പറയപ്പച്ച, എങ്ങനെയുണ്ട് എൻ്റെ മോള്? നല്ല മോളല്ലേ? അത് ഞാൻ ആദ്യം തന്നെ സമ്മതിച്ചതല്ലേ. സുന്ദരിയല്ലേ, മിടുക്കിയല്ലേ അവൾ? അല്ലെന്നാര് പറഞ്ഞു? അപ്പച്ചൻ എൻ്റെ മോളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ അപ്പച്ച? അപ്പച്ചൻ അറിയാലോ, ഞാനിവിടെ ലോകത്തിൻ്റെ ഈ കോണിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുകയാണ്. ആരുമില്ല, നന്ദിയുള്ള കുറച്ച് നായ്ക്കൾ മാത്രം. അപ്പോൾ എനിക്കൊരു രാജകുമാരിയെ കിട്ടിയത് അപ്പച്ചൻ അറിഞ്ഞോ? ഞാൻ അവളുടെ പേര് മാറ്റി, പ്രിൻസസ്. ഞാൻ എൻ്റെ രാജകുമാരിയെ ഇങ്ങോട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ പോവാ അപ്പച്ച. അത് കൊള്ളാവടാ, നല്ലതാ. നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം. ആരെയും കൊണ്ടുപോവില്ല. ഞങ്ങൾ അപ്പനും മോളും മാത്രം. ഞങ്ങൾ ആകാശത്തു കൂടി പറക്കും, മഞ്ഞുമലയിൽ കൂടി ഓടും, കടലിൽ നീന്തും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോടാ ലാലിച്ച? ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ രാജകുമാരിയുടെ കല്യാണമാണ്. ഞാനത് രാജകീയമായിട്ട് നടത്തും. കോടീശ്വരനായി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിക്കും. അതെല്ലാം വേണ്ടത് തന്നെയാണ്. അവൾക്ക് ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവരുത് അപ്പച്ച. അവൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ട് വന്നതാണ് അവൾ. അപ്പച്ചൻ അറിയാലോ. ഒക്കെ ശരി തന്നെയാ. പക്ഷേ നിനക്ക് വേറെ മക്കളുണ്ട് എന്നുള്ളത് നീ മറന്നു പോകരുത്. ആ മക്കളെപ്പോലെയാണോ അപ്പച്ച എൻ്റെ ഈ മകൾ? അവൾ എവിടെയായിരുന്നുവെന്ന് അപ്പച്ചൻ അറിയാവോ? 23 കൊല്ലം ആരോരുമില്ലാതെ ഒരനാഥാലയത്തിൽ. സ്റ്റാൻലി കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് മദ്യം വീണ്ടും പകരുവാൻ ഭാവിച്ചപ്പോൾ ഔതക്കുട്ടിച്ചായൻ തടഞ്ഞു. മതി, ഇനി ഒട്ടും വേണ്ട, എഴുന്നേറ്റേ. മതിയെങ്കിൽ മതി. ഔതക്കുട്ടിച്ചായൻ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആൻ്റപ്പനെ വിളിച്ച് കസേരകളും ടീപ്പോയും ഗ്ലാസും കുപ്പിയും എല്ലാം നീക്കം ചെയ്യുവാൻ പറഞ്ഞു. എന്നെ ആരും പിടിക്കണ്ട. ഒറ്റയ്ക്കാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. ആരും ഒരു കൈ എന്നെ താങ്ങിയിട്ടില്ല. സ്റ്റാൻലി ഔതക്കുട്ടിച്ചായൻ്റെ കൈ പിടിച്ചു മാറ്റി. ഇടനാഴിയിലൂടെ നടന്നു പോകുന്നതിനിടയിൽ അയാൾ ആരോടെന്നില്ലാതെ ആവലാതിപ്പെട്ടു. ആരോരുമില്ലാതെ 23 വർഷം.
സ്റ്റാൻലിയെ മുറിയിലെത്തിച്ച് ഉറങ്ങുവാൻ കിടത്തിയിട്ട് തിരിച്ചു പോരുന്നതിനിടയിൽ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുറിയുടെ മുൻപിൽ ഒരു നിമിഷം നിന്നു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അലീന ഇതുവരെ ഉറങ്ങാൻ കിടന്നില്ലേ? വാതിലടയ്ക്കാതെയാണോ ഈ കുട്ടി കിടക്കുന്നത്? ഔതക്കുട്ടിച്ചായൻ മെല്ലെ വാതിൽ തുറന്നു നോക്കി. അലീന മേശമേൽ തലവെച്ച് കിടക്കുകയാണ്. അനക്കമൊന്നുമില്ല. ഔതക്കുട്ടിച്ചായൻ അകത്തേക്ക് കയറി. മോളെ, നീ എന്താ ഈ കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയോ? പെട്ടെന്ന് അലീന പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ കണ്ണും കവിളും മെഴുനീരിൽ കുതിർന്നിരുന്നു. അത് കണ്ട് ഔതക്കുട്ടിച്ചായൻ വല്ലാതെയായി. എന്തിനാ മോളെ നീ കരഞ്ഞത്? എന്തുപറ്റി? അലീന എത്ര അടക്കിയിട്ടും വിതുമ്പിപ്പോയി. കാര്യം എന്താണെന്ന് പറ മോളെ. ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ല. അവൾ കണ്ണു തുടയ്ക്കുകയാണ്. പിന്നെന്താ പറ്റിയേ? എനിക്കിവിടുന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു. അലീനയുടെ ഖണ്ഡ വിടറി. ഔതക്കുട്ടിച്ചായൻ അത് കേട്ട് അന്താളിച്ചു പോയി. മേശമേൽ കൈമുട്ടുകൾ ഊന്നി ഇരു കൈത്തലങ്ങൾ കൊണ്ടും മുഖം മറച്ച് കുനിഞ്ഞിരിക്കുകയാണ് അലീന. ഇടയ്ക്കിടെ നനഞ്ഞ നെടുനിശ്വാസങ്ങൾ കേൾക്കുന്നുണ്ട്. ഔതക്കുട്ടിച്ചായൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് അലീനയുടെ അരികിൽ ചെന്നു. മോളെ, അയാൾ പതിയെ വിളിച്ചു. അലീന മെല്ലെ മുഖം തിരിച്ചു നോക്കി. അവളുടെ കവിളുകൾ നനഞ്ഞിരിക്കുന്നു. ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്തിനാ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്നെക്കൊണ്ട് കഴിയുന്നതും അതിലപ്പുറവും നീ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ അവിടുന്ന് പോരേണ്ടി വന്നത്. അത് കേട്ടുകൊണ്ട് കടപ്പാട്ടൂരെ വീട്ടിൽ താൻ എത്തിയതു മുതൽക്കുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഒരു ലഘു വിവരണം അലീന ഔതക്കുട്ടിച്ചായന് നൽകി. അവരല്ലേ മോളെ നിന്നോട് നന്ദികേട് കാട്ടിയത്? നീ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? അയ്യോ, നന്ദികേടൊന്നും അവിടെ ആരും എന്നോട് കാണിച്ചിട്ടില്ല വല്യപ്പച്ച. എല്ലാവരും എന്നെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവരെ സ്നേഹിച്ചത്. ഞാൻ അവരുടെ ചേച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവരെന്നെ സ്നേഹിച്ചത്. അതിനല്ലേ കൂടുതൽ വിലയുള്ളത്. നിന്റെ അമ്മയ്ക്ക് പക്ഷേ നിന്നെ കണ്ണും വെട്ടത്ത് കാണരുതല്ലോ. അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ അമ്മയുടെ മോളാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ എന്തുമാത്രം വിഷമിച്ചേനെ. അറിയിക്കാൻ പറ്റില്ലല്ലോ. അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും നിനക്കിനി അങ്ങോട്ട് തിരിച്ചു ചെല്ലാനും വയ്യ. അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അത് നിന്റെ വീടല്ല. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. ആ വീട് പോലെ തന്നെയാണ് എനിക്ക് ഈ വീടും. ഞാൻ പപ്പയുടെ മോളാണെന്നറിയുമ്പോൾ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരില്ലേ? എങ്ങോട്ട് പോകാൻ? ഇവിടുന്ന് നിനക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല. അതെല്ലാം ലാലിച്ചൻ നോക്കിക്കോളും. അവൻ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണവും നടത്തും. പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. എനിക്ക് ആരെയും ഉപേക്ഷിക്കാൻ വയ്യ വല്യപ്പച്ച. എൻ്റെ കൂടപ്പിറപ്പുകൾ അവിടെ കിടന്ന് വിഷമിക്കുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് സന്തോഷിക്കാൻ പറ്റില്ല. ഞാൻ അവരെ എല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുവന്നതാ. ഇപ്പം കണ്ടില്ലേ, അമ്മ തിരിച്ചു വന്നതോടെ എല്ലാം പൊളിഞ്ഞു. അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബബിതയും രോഹിത്തിനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അലീനയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു കവിഞ്ഞു. മോളെ, ഇനി നീ അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ തന്നെ ആ സ്ത്രീ നിന്നെ ആ വീട്ടിൽ കയറ്റുവോ? ഇല്ലല്ലോ. അലീനയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഔതക്കുട്ടിച്ചായൻ അവളെ വീണ്ടും ആശ്വസിപ്പിച്ചു. സാരമില്ലടാ, അവരെങ്ങനെയോ ജീവിക്കട്ടെ. അത് അവരുടെ വിധിയാണെന്നങ്ങ് സമാധാനിക്ക്. ഇവിടെ നിനക്ക് ഒരു കുറവും വരാതെ ലാലിച്ചൻ നോക്കിക്കോളും. ഔതക്കുട്ടിച്ചായൻ്റെ വാക്കുകൾ അലീനയെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും തൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. മോള് വന്ന് കിടക്ക്. ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കിടക്കയിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ ഇരുന്നു കൊണ്ടും അവൾ ആവലാതിപ്പെടുകയാണ്. എനിക്കിനി ഉറക്കം വരില്ല ഇന്ന്. കണ്ണടച്ച് കിടന്നോ മോളെ, കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉറക്കം വന്നോളും. അലീന കിടന്നു കഴിഞ്ഞിട്ടാണ് ഔതക്കുട്ടിച്ചായൻ ആ മുറി വിട്ട് പുറത്തു പോയത്. ആൻ്റപ്പനും ഡ്രൈവർ ബൈജുവിനും പൗലോസിനുമെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതെന്ത് കഥയെന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഒരു അനാഥാലയത്തിൽ ജീവിച്ച ഏതോ വീട്ടിൽ വേലക്കാരിയായി നിന്ന് ഒരു പെണ്ണിനെ സ്റ്റാൻലി VIP പോലെ കൊണ്ടു നടക്കുന്നു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് പിടികിട്ടാഞ്ഞിട്ടാണ് ബൈജു പുനലൂർക്ക് ഫോൺ ചെയ്തത്. ഔതക്കുട്ടിച്ചായൻ പാഞ്ഞെത്തിയതോടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ബൈജുവും പൗലോസും ആൻ്റപ്പനും പ്രതീക്ഷിച്ചത്. എന്നാൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ലെന്നു മാത്രമല്ല, പുലി പോലെ പാഞ്ഞു വന്ന ഔതക്കുട്ടിച്ചായൻ ആ പെണ്ണിൻ്റെ മുൻപിൽ ഇണങ്ങിയ പൂച്ചക്കുട്ടിയെപ്പോലെ വിധേയനാവുകയും ചെയ്തിരിക്കുന്നു. ഔതക്കുട്ടിച്ചായൻ്റെ സ്വഭാവം ബൈജുവിനും ആൻ്റപ്പനുമൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ദേഷ്യം വന്നാൽ നല്ല ചീത്ത തന്നെ വിളിച്ചു പറയും. ബൈജുവിൻ്റെ നേർക്ക് പലവട്ടം കൈയൊങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒടുവിൽ മടിച്ചു ആൻ്റപ്പൻ ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുക തന്നെ ചെയ്തു. ഈ പെങ്കൊച്ച് ഏതാണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കേണൽ സാബിൻ്റെ എല്ലാ സ്വന്തക്കാരെയും എനിക്ക് ഒരുമാതിരി പരിചയമുണ്ടല്ലോ. പക്ഷെ ഇതിനെ എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഔതക്കുട്ടിച്ചായൻ പിടികൊടുത്തുമില്ല. അയാൾ പറയുകയാണ്, എനിക്കും അറിയാമടാ എല്ലാ സ്വന്തക്കാരെയും. പക്ഷെ ഈ പെങ്കൊച്ചിനെ മാത്രം ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. ലാലിച്ചനോട് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാമെന്നാ അവൻ പറയുന്നത്. അല്ല, നിന്നോട് അവൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ പറയുമ്പോൾ അറിഞ്ഞാൽ മതി. അതോടെ ആൻ്റപ്പൻ്റെ മൊഴിമുട്ടി. ഒടുവിൽ ബൈജു ആൻ്റപ്പനോട് പറയുകയാണ്, ഇനി ഒരൊറ്റ വഴി കൂടിയുണ്ട്. അതെന്താണ്?
തൽക്കാലം ആൻ്റപ്പൻ ചേട്ടൻ അതറിയണ്ട. ആൻ്റപ്പന് യജമാന ഭക്തി അല്പം കൂടുതലാണെന്ന് ബൈജുവിന് നന്നായിട്ട് അറിയാം. പലപ്പോഴും ബൈജുവിന് അബദ്ധം പറ്റിയിട്ടുമുണ്ട്. വല്ലതും വിട്ടു പറഞ്ഞു പോയാൽ അത് മുതലാളിയുടെ ചെവിയിൽ അപ്പം തന്നെ എത്തും. ആൻ്റപ്പനെ എത്ര നിർബന്ധിച്ചിട്ടും അവൻ തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തിയില്ല.